മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ വിനോദ് കോവൂർ. MIT മൂസ എന്ന മിനി സ്ക്രീൻ ഹാസ്യ പരമ്പരയിലൂടെയാണ് വിനോദ് കോവൂർ പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രശസ്തനായത്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിതമായ ഒരു അപകടത്തെക്കുറിച്ച് തരണം ചെയ്തതിനെക്കുറിച്ചുമാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഫ്ളാറ്റിൽ തുറന്നിട്ട കോൺക്രീറ്റ് വാട്ടർ ടാങ്കിലേക്ക് വീണുണ്ടായ അപ്രതീക്ഷിത അപകടത്തിൽ നിന്നും താൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് നടക്കുന്ന അനുഭവമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ടാങ്കിൻ്റെ അടപ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും താരം പറയുന്നു. വീഴ്ചയിൽ വാരിയെല്ലിന് കടുത്ത ചതവേറ്റ താരം നിലവിൽ ഫ്ളാറ്റിൽ വിശ്രമത്തിലാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം 48 മണിക്കൂർ ബെഡ് റെസ്റ്റ് എടുത്തിരിക്കുകയാണെന്നും വേദന തുടരുകയാണെങ്കിൽ CT സ്കാൻ ചെയ്യേണ്ടി വരുമെന്നും വിനോദ് കോവൂർ വ്യക്തമാക്കി. വലിയൊരു ദുരന്തത്തിൽ നിന്നും ഇന്നലെ രാത്രി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മറിമായം ഷൂട്ട് കഴിഞ്ഞ് ഫ്ളാറ്റിലെത്തിയത് 10:30-ന്. വേസ്റ്റ് കളയാനായി താഴത്തെ കാർ പാർക്ക് പപ്പി സിയയുമായി ഇറങ്ങിയതാ. വേസ്റ്റ് കളഞ്ഞ ബക്കറ്റ് പൈപ്പിൽ കഴുകാനായി നടന്നപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കോൺക്രീറ്റ് വാട്ടർ ടാങ്കിലേക്ക് വീഴുന്നത്. സാധാരണ ടാങ്കിന്റെ മുകളിലൂടെ നടക്കാറുള്ളതാ. പക്ഷേ ഇന്നലെ ടാങ്കിന്റെ ഇരുമ്പിന്റെ അടപ്പ് ശരിയായി അടയ്ക്കാത്തത് കൊണ്ടാകാം മൂടി തുറന്ന് ഞാൻ താഴോട്ട് വീണത്. വീഴ്ചയിൽ ടാങ്കിന്റെ വായുവട്ടത്തിന്റെ അരികിൽ പിടിക്കാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ആഴമുള്ള ടാങ്കിലേക്ക് തൂങ്ങിക്കിടന്നു. വീഴ്ചയിൽ എൻ്റെ ശരീരം എവിടെയോ നന്നായി അടിച്ചതിൻ്റെ വേദന നന്നായി അനുഭവപ്പെട്ടു. ടാങ്കിൽ നിന്നും പൊങ്ങി രക്ഷപ്പെടാൻ 2 തവണ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഉറക്കി ശബ്ദമുണ്ടാക്കി ആരും കേട്ടില്ല. പപ്പി സിയമോൾ ടാങ്കിന് ചുറ്റും പരിഭ്രാന്തിയോടെ ഓടി നടന്നു. പിന്നീട് നടത്തിയ ശ്രമത്തിൽ ഞാൻ പുറത്തേക്ക് എത്തി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇടുപ്പിൻ്റെ മുകളിലായി വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ശ്വാസമെടുക്കുമ്പോൾ വാരിയുടെ ഭാഗത്ത് നല്ല വേദന തോന്നി. ഉറക്കെ അവൾ വന്നു, സെക്യൂരിറ്റി വന്നു, ഫ്ലാറ്റിലെ രാജേഷ് ചേട്ടന് വന്നു. ഉടനെ തൊട്ടടുത്തുള്ള നോർത്തിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. വേദന കൊണ്ട് എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. ഒരു ഇഞ്ചക്ഷൻ തന്ന ശേഷം എക്സ്റേ എടുത്തു. എവിടെയും പൊട്ടലില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അടിയേറ്റത് വാരിയലിനായിരുന്നു. വാരിയലിൽ നല്ല ചതവുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വേദനയെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്ന് തന്നു, വിശ്രമം എടുക്കാൻ പറഞ്ഞു. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും വേദന നിൽക്കുന്നില്ലെങ്കിൽ CT സ്കാൻ ചെയ്യാമെന്നും പറഞ്ഞ് 2 മണിയോടെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ആത്മമിത്രമായ അമലും അളിയൻ സന്ദീപും സഹായത്തിനെത്തി. തിരിച്ചു വീട്ടിൽ വന്ന ശേഷം അവർ ഞാൻ വീണ ടാങ്ക് പോയി കണ്ടു. സത്യത്തിൽ ടാങ്കിൽ നിറയെ വെള്ളമുണ്ടായിരുന്നെങ്കിലും പിടുത്തം കിട്ടാതെ താഴെ വീണിരുന്നെങ്കിലും എനിക്ക് വലിയ അപായം സംഭവിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറും പറഞ്ഞു. നട്ടെല്ലിനോ തലയ്ക്കോ പരിക്കേൽക്കാതിരുന്നത് ഭാഗ്യമായെന്ന്. ഭാഗ്യം ആയുസ് നീട്ടിക്കിട്ടി. വാരിയലിന് പരിക്കേറ്റാൽ ശ്വാസകോശത്തെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ദീർഘശ്വാസം എടുക്കുമ്പോൾ പോലും വേദന അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഫ്ളാറ്റിൽ വേദനയോടെ വിശ്രമത്തിലാണ്. മറിമായം ഷൂട്ട് തുടങ്ങിയതേയുള്ളൂ. വീഴ്ചയും പരുക്കും കാരണം ബാക്കി എപ്പിസോഡുകളുടെ ഭാഗമാകാൻ പറ്റില്ല എന്ന വിഷമം. 48 മണിക്കൂർ അവൻ കാത്തിരിക്കുന്നു. വേദനയും പ്രയാസങ്ങളും മാറി കിട്ടുമായിരിക്കും. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൂടി ഉണ്ടാകണേ എന്നാണ് വിനോദ് കോവൂറിൻ്റെ വാക്ക്.